ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ആസാദ് സെൻട്രൽ സ്കൂളിൻ്റെ സ്റ്റാഫ് എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, ഒരു സ്റ്റാഫ് ട്രിപ്പ് പോകണമെന്ന്. അങ്ങനെ സ്റ്റാഫ് ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ച് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ലാസ്റ്റ് ഒരു തീരുമാനമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 1 ഡേ ട്രിപ്പ് പോകാം. നമ്മൾ ടീച്ചേഴ്സിന് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാം. അപ്പോഴും കുറേ സജഷൻസ്, അവിടെ പോകണം, ഇവിടെ പോകണം, എന്ത് ചെയ്യണമെന്നുള്ളത്. അവസാനത്തിലാണ് നമ്മൾ ഇങ്ങനൊരു തീരുമാനത്തിലെത്തുന്നത്, കോഴിക്കോട് സൈഡിലേക്ക് പോകാം. ആസാദ് സെൻട്രൽ സ്കൂൾ പട്ടാമ്പി ഭാഗത്താണ്. ഇവിടുന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകും. അതിൻ്റെ മുമ്പ് കടലുണ്ടിയിൽ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. കടലുണ്ടിയിൽ നിങ്ങൾക്കറിയാലോ, പക്ഷി സങ്കേത കേന്ദ്രമാണ്. അവിടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്, അതിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് സംഭവം? അങ്ങനെ ഞങ്ങൾ ടൈം തന്നിരുന്നു, 1 മണിക്ക് ടൈം തന്നിരുന്നു. ആ 1 മണിക്ക് തന്ന ടൈമിൽ നമ്മൾ അവിടെ എത്തിയപ്പോൾ നല്ല രസകരമായിട്ടുള്ള ബോട്ട്, ആ ബോട്ടിലേക്ക് ഞങ്ങൾ കയറി. ആ ബോട്ട് യാത്രയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് സാധാരണ ഒരു പുഴയിലൂടെയോ കായലിലൂടെയോ ഒഴുകുന്നത്. നട്ടുച്ച സമയമാണ് കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, 1 മണി 2 മണിയൊക്കെ ആയ ടൈമാണ്. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ ആ ഭാഗത്ത് കാണുന്ന ആ സ്ഥലങ്ങൾ, അതിൽ കുറേ മരങ്ങൾ കാണുന്നത്, ഇതിനാണ് ഈ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടൽക്കാടിൻ്റെ സൈഡിൽ തുഴഞ്ഞുകൊണ്ടാണ്, ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൾ, തുഴഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ തുഴയണ്ട, പിന്നെ പകരം തുഴയാനൊരാളും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ ബോട്ട് നമ്മൾ റെൻറ്റിനെടുക്കുന്നത്. അങ്ങനെ പോകുന്നു. കടലുണ്ടി റെയിൽ പോകുന്ന ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിലൂടെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ പോകാം. ഇതിൽ ഒരു ബോട്ടിൽ നമുക്ക് കയറാൻ പറ്റുന്നത് 6 പേരാണ്, 8 പേര് കയറാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഏകദേശം 2 ബോട്ടിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുറേ ടീച്ചേഴ്സ് ഒഴിവാണ്. എങ്ങനെയായാലും ഇതിൻ്റെ അടിയിലൂടെയൊക്കെ പോകുന്നു, ആ കടൽ പാലത്തിൻ്റെ അടിയിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ചിലർക്കൊക്കെ ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഇപ്പോൾ അതില്ല. പിന്നെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഈ മുകളിലൂടെ ട്രെയിൻ പോകുമ്പോൾ ട്രെയിൻ വരണേന്നൊക്കെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ഞങ്ങളുടെ കൂടെയുള്ള ടീമാണ് അപ്പുറത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്. ഈ നട്ടുച്ചയാണെന്ന് പറഞ്ഞാലും നട്ടുച്ചയിൽ ഇതാ എന്തോ ഒരു കാറ്റ്, ആ ഇരുത്തം കണ്ടാൽ തന്നെ അറിയാം, നല്ല കാറ്റ്, തണുപ്പ്. ഈ തണുപ്പിൽ ഈ ബോട്ട് അതിലിങ്ങനെ പോകുന്നു, റെയിൽ മുകളിൽ ഇങ്ങനെ പോയിട്ടുള്ളൊരു അത്യന്തം രസകരമായ കാഴ്ചകളും ഒരു ആസ്വാദനമാണ്. സത്യത്തിൽ ഒരു 800 രൂപയ്ക്കാണ് പിന്നെ ഇതിൽ ഒരു ബോട്ടിന് ഉള്ളത്. പക്ഷെ അത് ശരിക്കും മുതലായി എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ചിലർ വണ്ടിയിൽ കിടന്നുറങ്ങാനൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. ഇതേപോലെ തന്നെ ടൂർ വന്ന മറ്റു പല ടീമും കൂടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ബോട്ട് കയറുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു കോട്ട് തന്നിട്ടുണ്ട്. ഈ കോട്ട് എന്തിനാണെന്ന് വെച്ചാൽ, അഥവാ ഈ വണ്ടി മറിഞ്ഞ് വെള്ളത്തിൽ കുടുങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ പൊങ്ങിക്കിടക്കാനത്രേ. അപ്പോൾ ഇനി പൊങ്ങിക്കിടക്കുമല്ലോ എന്നറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് കണ്ടൽക്കാട് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? ഈ കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണുമ്പോൾ. ഈ എന്താണ് സംഭവം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ എന്നാലും ഇത് ഈ കടലുണ്ടിയിലൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഇടയിലൂടെ ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ഒരിക്കലെങ്കിലും ഈ ഒരു യാത്ര ആസ്വദിക്കണം. ഈ കണ്ടൽക്കാടിൻ്റെ ആ ഉൾവശങ്ങളിലൂടെ ബോട്ടിൽ ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച. പിന്നെ ഇതിൽ പോകുമ്പോൾ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ. നമ്മൾ ഈ വരുമ്പോഴന്നെ ഇവർ പറയും, തോണിയിൽ വരുമ്പോൾ, ഈ ബോട്ടിൽ വരുമ്പോഴന്നെ ഇവർ പറയും, നിങ്ങളൊരു 1:45 കയറിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ കടൽ അതുപോലെ തന്നെ ഈ കായലും കൂടെ ഒന്നിക്കുന്ന സ്ഥലമാണിത്. കടലുണ്ടിയിൽ അപ്പുറത്ത് കടലാണ്. കടലിൽ നിന്ന് വെള്ളം കയറണം, കടൽ വെള്ളം, അതായത് തിര അടിച്ച് കയറുന്നതിന് വേലിയേറ്റം എന്നാണ് പറയുക. ഈ വേലിയേറ്റം എത്ര മണിക്കാണ് നോക്കിയിട്ട് അവർക്ക് അറിയാം, തലേ ദിവസം അറിയാം നാളെ എത്ര മണിക്കാവും വേലിയേറ്റം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് അതിൽ വെള്ളം നിറയണം. അപ്പോഴാണ് ആ കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെ പോകാൻ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കടൽക്കാടിൻ്റെ കറക്റ്റ് ഉള്ളിലൂടെ പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഈ സീസണിൽ വെള്ളം കുറവാണ്. അത് കാരണം അതിൻ്റെ ഇടയിലൂടെ ഒന്നും പോകാൻ പറ്റുന്നില്ല. എന്നാലും ഈ ഏകദേശം ഏരിയയിലേക്ക് അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ വെള്ളം വേണമല്ലോ. അപ്പോൾ ആ വെള്ളം വെക്കുന്ന സമയമാണ് ഇപ്പോൾ എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് ഈ പോകുന്നതിനിടയ്ക്കൊക്കെ ഇവർ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, നമുക്കവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ബോട്ട് നിർത്തി തന്നു. അതാ ഇവനൊക്കെ അതിലിങ്ങനെ ആസ്വദിക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബോട്ട് നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. മറ്റു ബോട്ടുകൾ അടുത്ത് വന്നു അവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്നു. അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റേ ടീമാണ് പോകുന്നത്. അവരിങ്ങനെ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറി, കണ്ടില്ലേ, അത് ടീം നല്ല രസമായിട്ട് തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കുറച്ച് വയസ്സായ ഒരാളാണ്
അത് കുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ നേതൃത്വമാണ് ഇത് MD സാർ, നമ്മളെ സ്കൂളിൻ്റെ MD ആണ്. പിന്നെ അപ്പോൾ ഏതായിരുന്നാലും ഇനി ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുക എന്നുള്ളൊരു ആലോചനയാണ് ഇടയിൽ കൊടുത്തത്. അതൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ ഈ സൈഡിൽ, അതായത് ഈ കണ്ടൽക്കാടിൻ്റെ വശങ്ങളിലായിട്ട് അവിടെ വെള്ളം കുറവാണ്. അതുകൊണ്ടാണ് ആ പോക്കിന് ചെറിയൊരു പ്രയാസം വരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളും പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട്. എന്താ സംഭവിക്കാമെന്നറിയില്ല. പക്ഷേ പ്രശ്നം ഉണ്ടായെന്താണെന്ന് വെച്ചാൽ അവിടെ എത്തിയപ്പോഴേക്ക് അതിൻ്റെ വെള്ളം അവസാനിച്ചു. അപ്പോൾ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അവർ അതിലിങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ഞങ്ങളും കൂടെ പോയിട്ടോ. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി, ഇത് മുന്നോട്ട് പോയി. ഇത് കണ്ടൽക്കാടിൻ്റെ അടിഭാഗമാണ്. ഇതിൻ്റെ ഇടയിലൂടെ നല്ലൊരു ഒഴിവുണ്ട്, അതിലൂടെ അങ്ങനെ പോകാമെന്നാണ് പ്രതീക്ഷിച്ചത്. ഏതായിരുന്നാലും അത് കഴിയുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവരവിടെ നിർത്തിയിട്ടുണ്ട്. തിരിച്ചു പോരാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചു പോകണം. ഏതായിരുന്നാലും ഞങ്ങൾ തിരികെ പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ആസ്വാദനം എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഇവനൊക്കെ ഇരിക്കണത് കണ്ടില്ലേ, ഇത് രസം എന്ന് പറയുക. എൻ്റെ മുമ്പിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പോയിരിക്കുക, ഒരു പേടിയും പേടിക്കാതെ അതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഹാഷിറാണത്, അങ്ങനെ പോയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണെന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഏതായിരുന്നാലും വണ്ടി തിരിച്ചു വിടുകയാണ്. അപ്പോൾ തിരിക്കണതിലൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ദീർഘകാലത്തെ പ്രവൃത്തി പരിചയമുള്ള ആളാണ്. അയാൾ ആ വണ്ടി നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കുത്തിപ്പിടിച്ച് കൊണ്ടുവരികയാണ്. കണ്ടൽക്കാട് ആണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇതിൻ്റെ ഇടയിലൊക്കെ വെള്ളം കുറവാണ്. പക്ഷെ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. മഴക്കാലമൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളം അതിൻ്റെ ഇടയിൽ പോകും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊക്കെ ഒരു സമയത്ത് അവസരം കിട്ടുകയാണെങ്കിൽ കടലുണ്ടിയിൽ വരണം. കടലുണ്ടി അന്വേഷിച്ചാൽ അറിയാം എവിടെയാണ് ഈ ബോട്ട് സർവീസ് ഉള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺട്രാക്റ്റാണിത്. പ്രൈവറ്റ് ടീമുകൾ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺട്രാക്റ്റ് അനുസരിച്ച് ചെയ്യുന്നതാണ്. സേഫ്റ്റി മാനദണ്ഡങ്ങളൊക്കെ പരിഗണിച്ചു കൊണ്ടുള്ള ഒരു യാത്ര. ധൈര്യമായിട്ട് പോകാൻ പറ്റും. രസമാണ്. അതെല്ലാം അവിടെ തിരിഞ്ഞു ഞങ്ങൾ വീണ്ടും രംഗത്തേക്ക് കിടക്കുകയാണ്. പിന്നെ സ്വാദയും ഹാഷിറും ആസ്വദിക്കുന്നുണ്ട്, അവിടെ ചാടി കളിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തോ ഒരു ധൈര്യത്തോടെയാണ് ഇരിക്കുന്നത്. ധൈര്യത്തോടെ ഇരിക്കാൻ കാരണം അതിൻ്റെ സേഫ്റ്റി തന്നെയാണ്. പിന്നെ പോകുമ്പോഴൊന്നും ഒരു ഇളക്കോ ഒന്നും ഇല്ലാത്തത് കാരണം നന്നായിട്ട് പോകാൻ പറ്റും. പിന്നെ കോട്ടിലൊരു വിസിലൊക്കെ ഉണ്ടാകും. ആ വിസിലാണ് ഇവളെടുത്തിട്ട് വിളിക്കാൻ നിൽക്കുന്നത്. വിസിൽ എന്തിനാ വെച്ചാൽ നമ്മളെവിടെയെങ്കിലും പെട്ടുപോയാൽ ആളുകൾ അന്വേഷിച്ച് വരണമെങ്കിൽ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളിത് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്താണ് നമ്മുടെ യാത്ര നടക്കുന്നത്. 1 മണിക്കൂർ. ആ 1 മണിക്കൂർ ഇതിൽ കായൽ തന്നെ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. നല്ല കാറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നട്ടുവച്ചാണെങ്കിലും നല്ല കാറ്റ്. ആ കാറ്റിലിങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇതൊക്കെ ആസ്വദിച്ചു കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾക്ക് അടുത്ത പദ്ധതി ഉണ്ട്. അടുത്ത പദ്ധതി നമ്മൾ പിന്നെ ഇതിൽ തന്നെ ടൗണിലേക്ക് പോവുക എന്നുള്ളതാണ്. കോഴിക്കോട് ടൗണൊക്കെ കാണണം. പക്ഷെ ഇത് കണ്ട് മതി വരാത്ത ഒരിതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവന് കാലൊക്കെ വെള്ളത്തിലേക്ക് ഇട്ടാലോ എന്നുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഈ കുട്ടികളെ സംബന്ധിച്ചിട്ട് കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്റ്റൈലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇതാണ് പിന്നെ വീണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ മറ്റേ ടീം വളരെ കൃത്യമായിട്ട് തന്നെ മുമ്പിലുണ്ട്. നേരെ മുകളിൽ നമുക്കറിയാലോ പിന്നെ റെയിൽവേ കാണുന്നുണ്ട്. ആ റെയിൽവേ ഒരു ട്രെയിൻ വരികയാണെങ്കിൽ രസമായിരുന്നു. നേരത്തെയൊക്കെ ട്രെയിൻ വന്നിട്ടുണ്ട്. വെള്ളം കുറവാണ്, അത് കാരണമാണ് അവർക്ക് ഇങ്ങനെ കുത്താൻ വേണ്ടി കഴിയണത്. അങ്ങനെ കുത്തിയിട്ട് സൂപ്പറായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. വെള്ളം കുറവാണ്, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂർ യാത്ര. ഈ 1 മണിക്കൂർ യാത്ര ശരിക്ക് നമുക്ക് ആസ്വദിക്കാണ്. ഇപ്പോൾ വീഡിയോയിലൊക്കെ നമുക്കൊരു പരിധി ഉണ്ടല്ലോ ഇത് പറയേണ്ടത് എത്രയാണ് എന്നുള്ളത്. വീഡിയോയിൽ പരിധി ഉണ്ട്, പക്ഷേ അവിടെ ഇരുന്നുള്ള ആ ഒരു രസം. ആ കുട്ടി പോയിരിക്കും നോക്കും ഒറ്റയ്ക്ക്. ഇത് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ അവൾക്ക് നടക്കാനും എണീക്കാനും ഒന്നൊരു പ്രശ്നമില്ല. അവൾ ഓടിക്കളിക്കണത് പോലെ ഇങ്ങനെ ഈ ബോട്ടിൻ്റെ മുമ്പിൽ തന്നെ. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ആസ്വാദനം എത്രമാത്രം. അവളുടെ ആ ഡ്രസ്സൊക്കെ പാറി പറക്കുന്ന നോക്കുക. അതായത് കാറ്റാണത്. നട്ടുച്ചയാണ്, 4 പുറയും വെള്ളത്തിൽ നിന്നുള്ള കാറ്റാണ്. മറ്റവൻ അതിൻ്റെ ഇടയിൽ സൂത്രത്തിൽ കാലൊക്കെ പുറത്തിട്ടുണ്ട്. അത് പിന്നെ അതാ വീണു, സൂത്രത്തിൽ കാല് പുറത്തിട്ടുണ്ട്. ഈ കാണുന്നത് ദ്വീപുകളാണ്. അതിൽ കുറേ വീട്ടുകാർ താമസിക്കുന്നുണ്ട്. പിന്നെ
100-ലധികം താമസിക്കുന്ന ഒരു ദ്വീപാണത്. പിന്നെ ഇടതുവശത്ത് മറ്റേ ഭാഗങ്ങളിലൊക്കെ 10-30 വീടുകൾ ഉള്ള പിന്നെ ചെറിയ പാലങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാകുക. ചെറിയ പാലങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടികളൊക്കെ പോകുന്ന, ബൈക്കൊക്കെ പോകുന്ന പാലങ്ങളൊക്കെ അടുത്ത കാലത്തായിട്ട്. അപ്പോൾ സുനാമി വന്നതിൻ്റെ ശേഷമാണ് അങ്ങോട്ടൊക്കെ അതിന് സംവിധാനം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ. അതിൻ്റെ മുന്നൊക്കെ തോണികൾ ആയിരുന്നു, ചെറിയ വഞ്ചികൾ ആയിരുന്നു പറഞ്ഞത്. സുനാമി വന്നതിന് ശേഷമാണ് അവർക്കൊക്കെ ഇതുണ്ടായിരുന്നത്. മീൻ പിടുത്തമുണ്ട്, ഇവിടുത്തെ ആളുകളൊക്കെ ഒരുപാട് മീൻ പിടിക്കും. ഞങ്ങളും പോകുമ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനത്തിലേക്ക് എത്തി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. സത്യത്തിൽ നമ്മൾ വളരെ നന്നായിട്ട് ആസ്വദിച്ചു. നമ്മുടെ ടീം അംഗങ്ങളൊക്കെ സജീവമായി. ഇവിടെ ഈ ഭാഗത്ത് എന്താ പറയുക, ബോട്ട് ജെട്ടി, ഇവിടെ എല്ലാ ബോട്ടുകളും ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. നിർത്തുമ്പോഴേക്ക് അടുത്ത ടീം വരും. ഈ ജാക്കറ്റ് നിർബന്ധമാണ്. ജാക്കറ്റ് ആ സേഫ്റ്റി സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞ പോലെ കുട്ടികൾക്ക് വേറെ ഇതുണ്ടാകും. പിന്നെ ജാക്കറ്റുണ്ട്, വലിയവർക്ക് വേറെ ജാക്കറ്റ്. നമ്മുടെ സുവാദ അതൊക്കെ പറിച്ചെടുത്ത് സംരക്ഷിച്ച് ഉഷാറാക്കാനുള്ള പദ്ധതിയിലാണ്. ഹാഷിർ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾ വരുമ്പോഴേക്ക് മറ്റുള്ള ആളുകൾ, മറ്റുള്ള അടുത്ത ടീം അവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 ടീം അവർ ഇറക്കി തിരിച്ചു പോകണം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ടിപ്പ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സിയാദ് ടിപ്പ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഏതായിരുന്നാലും ഞങ്ങളത് അവസാനിച്ചു. സത്യത്തിൽ സാധാരണ ഒരു ബോട്ട് യാത്രയുടെ പേടില്ല. ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. നമ്മുടെ ടീം അംഗങ്ങളൊക്കെ നിൽക്കുന്നത്, സിയാദ്, ഫൈസി ടീമൊക്കെ അവിടെ ഉണ്ട്. ടീച്ചേഴ്സൊക്കെ ഇറങ്ങി അവരുടെ ജാക്കറ്റൊക്കെ അഴിച്ചു കൊടുത്താൽ. ഇത് വേറൊരു ടീം, അവർ തിരിച്ച് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് എവിടുന്നോ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ടീം നമ്മൾ സാധാരണ കാണുന്ന പോലെ വിശാലമായ ഒരു തടാകമാണ്. അത് വെറുതെ കണ്ടാൽ തന്നെ ഒരു സന്തോഷമാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ യാത്രയിൽ കുറേ മീൻ ചാടുന്ന രംഗങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അതൊക്കെ വനം വകുപ്പിൻ്റെ കീഴിലാണ് അത്ര ഈ സംഭവം നടക്കുന്നത്. വനം വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നതാണ്. വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതിലാണ് വരുന്നത്.
വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെയും കുറച്ച് സമയമൊക്കെ ഇരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് 2 മണിക്കാണ് ഇപ്പോൾ നമ്മൾ ബോട്ട് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയതെങ്കിൽ നമ്മളൊരു 12 മണിക്ക് വന്നാലും ഇവിടെ ഇരിക്കാനും മീറ്റിംഗ് കൂടാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ചില ടീമിനെ കണ്ടു മീറ്റിംഗ് കൂടിയിട്ടൊക്കെ. അപ്പോൾ നമ്മളും തന്നെ കഴിഞ്ഞിട്ടും കുറച്ച് സമയം വേണമെങ്കിൽ ഇരിക്കാൻ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഉള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശരാശരി അപ്പോൾ ഒരു ബോട്ടിന് 800 രൂപ പറഞ്ഞാൽ 8 പേരുണ്ടെങ്കിൽ ഒരു 100 രൂപയുള്ളൂ. ശരാശരി 100 രൂപ പറഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റിനെ പറയാൻ പറ്റുള്ളൂ. 100 രൂപക്കുള്ളൊരു ആസ്വാദനമൊന്നും അല്ല അവിടെ ഉണ്ടായത് എന്നുള്ളതാണ്.